കോയമ്പത്തൂർ വന്നിട്ട് നല്ല ഹൈദരാബാദി ബിരിയാണി വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോ. നല്ലൊരു ഹൈദരാബാദി ബിരിയാണി കഴിക്കണം തോന്നിയിട്ട് കുറച്ച് കാലമായി. അങ്ങനെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകൾ സജസ്റ്റ് ചെയ്തൊരു സ്പോട്ടാണ് കോയമ്പത്തൂരുള്ള SS ഹൈദരാബാദി ബിരിയാണി. ലേറ്റായി പോകുന്ന ശീലമുള്ളത് കൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും ഉച്ച കഴിഞ്ഞു. പിന്നെ കാറ് പാർക്ക് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ ഈ റോഡ് സൈഡ് എവിടെയെങ്കിലും തന്നെ പാർക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റ് ചെന്നപ്പോൾ ഞങ്ങൾ ആദ്യം കാണുന്ന തന്നെ ഈ 5 കാലിയായിട്ടുള്ള ബിരിയാണി ചെമ്പാണ്. അപ്പോൾ തന്നെ ഈ ബിരിയാണിയുള്ള ഹൈപ്പ് ഭയങ്കരമായിട്ട് കയറി ഉള്ളിൽ ചെന്നപ്പോൾ ഇതാണ് അവസ്ഥ. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങളും ആ ലൈനിൽ കയറി നിന്നു. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട് ഇവിടെ. അവസാനം ഞങ്ങളുടെ ഊഴെത്തി. ഞാനാണെങ്കിൽ നല്ല എക്സൈറ്റ്മെന്റിലാണ്, കാരണം ഇത്രയും നേരം ലൈനിൽ വെയിറ്റ് ചെയ്തിട്ട് അതിനുള്ള വെർത്തുണ്ടോ നോക്കണമല്ലോ. അങ്ങനെ ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ചേട്ടൻ വന്നു. ഞങ്ങൾ 2 പേരെല്ലാം കൊണ്ട് തന്നെ 2 ചിക്കൻ ബിരിയാണി പറഞ്ഞു. അപ്പോൾ പുള്ളി ഞങ്ങളോട് പറഞ്ഞു 2 ബിരിയാണി തന്നെ ഓവറായിരിക്കും, ഒരു ബിരിയാണിനെ 2 ആൾ കഴികളുടെ ക്വാണ്ടിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല, ഒരു ചിക്കൻ ബിരിയാണി തന്നെ ഓർഡർ ചെയ്തു. ഇവിടെ ചിക്കൻ ബിരിയാണിക്ക് റേറ്റ് വരുന്നത് 250 രൂപയാണ്. അതിന്റെ കൂടെ തന്നെ ഞങ്ങൾ ചിക്കൻ തന്തൂരിയും കൂടി പറഞ്ഞു. അങ്ങനെ പിന്നെയും ഫുഡിന് വേണ്ടി കാത്തുന്ന സമയത്ത് ഇവർ ആദ്യം തന്നെ 2 സാധനങ്ങൾ കൊടുക്കുന്നു. ഒന്ന് ഈ വഴുതനം കൊണ്ടുള്ള കറിയാണ്, ഇത് നമുക്ക് ബിരിയാണിയോടെ കഴിക്കാനുള്ള തോന്നുന്നു. പിന്നെ അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ ഈ ബ്രെഡ് ഹൽവ. ഇത് മസ്റ്റ് ട്രൈ ആയിട്ടാണ്, കാരണം ഇത് ഫ്രീ ആയതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ചോദിച്ചാലും കിട്ടും. അങ്ങനെ ആദ്യം തന്നെ നമ്മൾ ചിക്കൻ തന്നൂരി ഒന്ന് കഴിച്ചപ്പോൾ അത് ഞങ്ങൾ നിരാശപ്പെടുത്തി. പിന്നെ ടെൻഷനായി, ബിരിയാണി ഇതുപോലെ തന്നെ ആയിരിക്കുമോ, നമ്മൾ ഇത്ര ഹൈപ്പ് കൊടുത്തൊക്കെ വേസ്റ്റ് ആകുമെന്നൊക്കെ വിചാരിച്ച് ബിരിയാണി കൊണ്ടുവന്ന് കഴിച്ച് നോക്കിയപ്പോൾ ഞാൻ മുമ്പ് കുറേ ഹൈദരാബാദി ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ബിരിയാണി കിട്ടില്ലാനായിരുന്നു. ഈ ബിരിയാണിയുടെ മസാല റൈസിലും ചിക്കനിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഫുഡ് കഴിക്കലൊക്കെ ഏകദേശം കഴിയാറായി. ഞങ്ങൾ 2 പേരും കഴിച്ചിട്ടും ഇത്രയും ബിരിയാണി ബാക്കി വന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ബില്ല് കൊടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇത്രയും ലൈനിൽ നിന്നിട്ട് ഇത്രയും ഹൈപ്പ് കൊടുത്തിട്ട് ഈ ബിരിയാണി വെർത്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുഡ് നല്ല ഫുഡ്, തന്തൂരി ചിക്കൻ മാത്രം ഒന്നും പറ്റിയില്ലേ, മറ്റേ നല്ല ഫുഡ് കിഡിലിനാണ്, മസ്റ്റ് ട്രൈ ആണ്. നിങ്ങൾ കോയമ്പത്തൂർ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മിസ് ചെയ്യേണ്ട.